നമസ്കാരം. ഇന്ത്യൻ പൊളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി പ്രസ്താവിച്ച ബേസിക് സ്ട്രക്ചർ എന്ന സിദ്ധാന്തത്തെ സംബന്ധിച്ചാണ്. ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം ഭേദഗതി ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിൽ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതായത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഇനി എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നും അവയുടെ എലമെൻറ്റ്സ് എന്താണെന്നും അവ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. എമർജൻസ് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. ഈ ബേസിക് സ്ട്രക്ചർ എന്ന ഡോക്ട്രിൻ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സുപ്രീം കോടതിയിൽ ഉണ്ടായ വിവിധ കേസുകളിലൂടെ ഒരുപാട് വർഷങ്ങളെടുത്താണ് ഇത്തരം ഒരു ഡോക്ട്രിൻ ഉരുത്തിരിഞ്ഞു വന്നത്. ഇനി ഏതൊക്കെയാണ് ആ കേസുകളെന്നും അവയിലൂടെ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ പ്രസിദ്ധമായ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ രൂപം കൊണ്ടത് എന്നും പരിശോധിക്കാം. ശങ്കരി പ്രസാദ് കേസ് 1951. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഉയർന്നു വന്നൊരു ചോദ്യമാണ് പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. ഈ ചോദ്യമാണ് 1951 ശങ്കരി പ്രസാദ് കേസിലൂടെ സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയത്. ഈ കേസ് വരാൻ ഉണ്ടായ കാരണം ഗവൺമെൻറ് അക്കാലത്ത് ഒരുപാട് ഭൂപരിഷ്കരണങ്ങൾ കൊണ്ടുവരുവാൻ തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചവരിൽ നിന്നും അത് പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുവാൻ തുടങ്ങി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അക്കാലത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു. അതായത് വസ്തുക്കൾ കൈവശം വെക്കുക എന്നത് ഒരു മൗലിക അവകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അതിൽ നടപടികളെടുക്കുവാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഭൂപരിഷ്കരണം നടത്തുവാനും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുവാനും വേണ്ടി ഗവൺമെൻറ് ഒന്നാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഈ ഭേദഗതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക അവകാശങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി. ഇതാണ് ശങ്കരി പ്രസാദ് കേസിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അതായത് പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഈ കേസിൻ്റെ ചോദ്യം. അതിന് സുപ്രീം കോടതി നൽകിയ മറുപടി എന്ന് പറയുന്നത് ദ പാർലമെൻറ്റ് ക്യാൻ അബ്രിഡ്ജ് ഓർ ടേക്ക് അവേ എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ എനാക്ടിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഇന്ത്യൻ പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഏത് ഭാഗവും ഇല്ലാതാക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനു കാരണമായി സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 13 ഓർഡിനറി ലോസ്, സാധാരണ നിയമങ്ങൾ മൗലിക അവകാശങ്ങൾക്കെതിരായി വന്നാൽ മാത്രമേ അവ അസാധുവാക്കുവാൻ സാധിക്കൂ എന്നാണ്. ആർട്ടിക്കിൾ 13 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഉപയോഗിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അടുത്ത ആക്ട് നോക്കാം. ഗോലക്നാഥ് കേസ് 1967. നമ്മൾ മുമ്പ് പറഞ്ഞ 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 9ാം ഷെഡ്യൂൾ എന്നൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുകയും കുറച്ച് ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ അതിൽ കൊണ്ടിടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന നിയമങ്ങളൊന്നും തന്നെ ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന്. ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭൂപരിഷ്കരണ നടപടികളൊക്കെ സംരക്ഷിക്കുവാനാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. ഇനി 1964 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ചില സംസ്ഥാന നിയമങ്ങളും ഈ 9th ഷെഡ്യൂളിൽ കൊണ്ട് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇത് ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്ന്. ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മുമ്പ് പറഞ്ഞതുപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി അക്കാലത്ത് മൗലിക അവകാശം ആയിരുന്നു. പിന്നീട് 1978 44ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലിക അവകാശം അല്ലാതാക്കിയത്. എന്തായാലും സുപ്രീം കോടതി 1951 ശങ്കരി പ്രസാദ് കേസിലെ വിധി തിരുത്തുകയാണ് ഇവിടെ ചെയ്തത്. അതായത് സുപ്രീം കോടതി ഗോലക്നാഥ് കേസിൽ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The Parliament cannot abridge or take away any of the fundamental rights. പാർലമെൻറ്റിന് ഏതെങ്കിലും
മൗലിക അവകാശം ഇല്ലാതാക്കുവാനോ വെട്ടിച്ചുരുക്കുവാനോ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞത്. മൗലിക അവകാശങ്ങൾക്ക് വളരെ വലിയ ഉന്നതവും മാറ്റവുമില്ലാത്തതുമായ ഒരു സ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭരണഘടനാ ഭേദഗതി എന്നത് ആർട്ടിക്കിൾ 13 ഡെഫിനിഷൻ വരും എന്ന് പറഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആയാൽ പോലും അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരാണെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെടും എന്നാണ് കോടതി പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. കേശവാനന്ദ ഭാരതി കേസ് 1973. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയാൻ സാധിക്കും. ഈ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് കാസർഗോഡുള്ള ഒരു ഹിന്ദു സന്യാസിയായിരുന്നു. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മഠത്തിലെ വസ്തുവകകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ടായത്. അങ്ങനെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് സുപ്രീം കോടതിയുടെ മുമ്പിലെത്തുകയും അതിലൂടെ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഇനി ഈ കേസിൻ്റെ ബാക്കി പശ്ചാത്തലം കൂടി നോക്കാം. നമ്മൾ മുമ്പ് കണ്ടതാണ്, ഗോരഖ്നാഥ് കേസിൽ പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇതിനെ മറികടക്കുവാൻ വേണ്ടി 1971 പാർലമെൻറ്റ് 24ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. ഈ ഭേദഗതി ആർട്ടിക്കിൾ 13, 368 ചില ഭേദഗതികൾ വരുത്തി. മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാനും പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും എന്നും അതോടൊപ്പം മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്തു എന്ന കാരണം കൊണ്ട് കോടതിക്ക് ഭരണഘടനാ ഭേദഗതി ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല എന്നും ഇതിലൂടെ വ്യവസ്ഥ കൊണ്ടുവന്നു. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും കേശവാനന്ദ ഭാരതി കേസിൻ്റെ പരിഗണനയിൽ വന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കേശവാനന്ദ ഭാരതി കേസ് 1973 സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. The Parliament is empowered to abridge or take away any of the fundamental rights. Also, it ruled that the constituent power of Parliament under Article 368 does not enable it to alter the basic structure of the Constitution. ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഉണ്ട് എന്ന്. അതിനോടൊപ്പം തന്നെ ബേസിക് ഡോക്ട്രിൻ എന്നൊരു സിദ്ധാന്തം കൂടി സുപ്രീം കോടതി അവതരിപ്പിച്ചു. അതായത് ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെൻറ്റിന് ഉണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിന് സാധിക്കില്ല. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നവയാണ് എങ്കിൽ അവയും ഭേദഗതി ചെയ്യുവാൻ സാധിക്കില്ല. എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് കോടതി ഡിഫൈൻ ചെയ്തില്ല. പകരം വിവിധ കേസുകളിലൂടെ അത് പിൽക്കാലത്ത് ഓരോന്നോരോന്നായി കോടതി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കേസ് നോക്കാം. ഇന്ദിരാ നെഹ്റു ഗാന്ധി കേസ് 1975. The doctrine of basic structure of the Constitution was reaffirmed and applied by the Supreme Court. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് വരുന്നത്. ശരിക്കും അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാകാൻ തന്നെ കാരണം ഈ ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ടാണെന്ന് പറയാം. ഒരു കേസിൽ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കുവാൻ കോടതി ഒരുങ്ങുമായിരുന്നു. അപ്പോൾ പാർലമെൻറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 1975 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രൈം മിനിസ്റ്ററിൻ്റെയും ലോക്സഭാ സ്പീക്കറിൻ്റെയും ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എല്ലാ കോടതികളുടെയും ജുറിസ്ഡിക്ഷനിൽ നിന്നും മാറ്റി. ഇതാണ് ഈ കേസ് ഉണ്ടാകുവാനുള്ള കാരണം. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്, കോടതികളുടെ ജുറിസ്ഡിക്ഷൻ ഇല്ലാതാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അപ്ലൈ ചെയ്യുകയാണ് ഈ കേസിലൂടെ സുപ്രീം കോടതി ചെയ്തത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. മിനർവ മിൽസ് കേസ് 1980. തൊട്ടുമുമ്പ് പറഞ്ഞ ഇന്ദിരാഗാന്ധി കേസിന് മറുപടിയായി പാർലമെൻറ്റ് ഒരു അമെൻമെൻറ്റ് കൂടി പാസാക്കി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലെ വ്യവസ്ഥ പ്രകാരം പാർലമെൻറ്റ് പാസാക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ
ക്യാൻസൽ ചെയ്യുവാൻ കോടതികൾക്ക് സാധിക്കില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. ഈ വ്യവസ്ഥ മിനർവ മിൽസ് കേസിലൂടെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തു. പാർലമെന്റ് കാനോട്ട് അണ്ടർ ആർട്ടിക്കിൾ 368 expand its amending power so as to acquire for itself the right to repeal or abrogate the constitution or to destroy its basic features. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള ആർട്ടിക്കിൾ 368 എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുവാനോ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നശിപ്പിക്കുവാനോ സാധിക്കില്ല എന്നാണ് ഈ കേസിലൂടെ സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞത്. ഇനി അടുത്ത കേസ് നോക്കാം. വാമൻ റാവോ കേസ് 1981. The Supreme Court clarified that the basic structure doctrine would apply to constitutional amendments enacted after April 24, 1973, that is, the date of the judgment in the Keshavananda Bharati case. 1981 വാമൻ റാവോ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, 1973 ഏപ്രിൽ 24, അതായത് കേശവാനന്ദ ഭാരതി കേസ് പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള എല്ലാ ഭരണഘടനാ ഭേദഗതികൾക്കും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ബാധകമാണ് എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അങ്ങനെ 1973 ഏപ്രിൽ 24 ശേഷം വരുന്ന എല്ലാ ഭരണഘടനാ ഭേദഗതികളും സുപ്രീം കോടതിക്ക് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കേസുകളിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന സിദ്ധാന്തം ഉരുത്തിരിഞ്ഞു വന്നത്. എലമെൻറ്റ്സ് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. ഇനി എന്തൊക്കെ കൂടുന്നതാണ് ബേസിക് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദ പ്രസന്റ് പൊസിഷൻ ഈസ് ദാറ്റ് ദ പാർലമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368 ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രം ദ വേരിയസ് ജഡ്ജ്മെന്റ്സ് ദ ഫോളോയിങ് ഹാവ് എമർജഡ് ആസ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് പാർലമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നും മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. ഇനി എന്തൊക്കെ ചേർന്നതാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് വിവിധ കോടതി വിധികളിലൂടെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഇനി പറയുവാൻ പോകുന്നതെല്ലാം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇവയെല്ലാം വിവിധ കോടതി വിധികളിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്, ഇപ്പോഴും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരിക്കുന്നു. ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇവയെല്ലാം തന്നെ നമുക്ക് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാം. 1. Supremacy of the Constitution. 2. Sovereign, democratic and republican nature of the Indian polity. 3. Secular character of the Constitution. 4. Separation of powers between the legislature, the executive and the judiciary. 5. Federal character of the Constitution. 6. Unity and integrity of the nation. 7. Welfare state, socio-economic justice. 8. Judicial review. 9. Freedom and dignity of the individual. 10. Parliamentary system. 11. Rule of law. 12. Harmony and balance between fundamental rights and directive principles. 13. Principle of equality. 14. Free and fair elections. 15. Independence of judiciary. 16. Limited power of Parliament to amend the Constitution. 17. Effective access to justice. 18. Principles or essence underlying fundamental rights. 19. Powers of the Supreme Court under Articles 32, 136, 141 and 142. 20. Powers of the High Courts under Articles 226 and 227. നമ്മളിപ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളാണ് എന്ന് സുപ്രീം കോടതി വിവിധ കേസുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളവയാണ്. ഇപ്പോഴും പുതിയവ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ മൂല്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല. ഇവയെല്ലാം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഈ പറഞ്ഞ ബേസിക് സ്ട്രക്ചറിലെ എലമെൻറ്റ്സ് എല്ലാം
സുപ്രീം കോടതി ഒറ്റ കേസിൽ കൊണ്ടുവന്ന കാര്യമല്ല, പകരം ഒരുപാട് കേസുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇനി ഏതൊക്കെയാണ് ആ കേസുകളെന്നും നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. ഇവല്യൂഷൻ ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് ഏതൊക്കെ കേസുകളിലൂടെയാണ് രൂപപ്പെട്ടത് എന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. പ്രധാനമായും കേസുകളും ആ കേസുകളിലൂടെ ബേസിക് സ്ട്രക്ചറിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട എലമെൻസുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവയും ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കേസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക അത്രയേ ഉള്ളൂ. 1. കേശവാനന്ദ ഭാരതി കേസ് 1973, പോപ്പുലർലി നോൺ ആസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കേസ്. കേശവാനന്ദ ഭാരതി കേസിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 1. സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 2. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. 3. റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. 4. സെക്യുലർ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 5. ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 6. sovereignty and unity of India. 7. freedom and dignity of the individual. 8. mandate to build a welfare state. 9. parliamentary system. ഇത്രയും കാര്യങ്ങളാണ് കേശവാനന്ദ ഭാരതി കേസിലൂടെ മുന്നോട്ട് വെക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ഇവയൊന്നും ഭേദഗതി ചെയ്യുവാൻ സാധിക്കില്ല. ഇനി നമുക്ക് അടുത്ത കേസുകളിലേക്ക് നോക്കാം. 2. ഇന്ദിരാ നെഹ്റു ഗാന്ധി കേസ് 1975, പോപ്പുലർലി നോൺ ആസ് ദ ഇലക്ഷൻ കേസ്. ഈ കേസുകളൊക്കെ നമ്മൾ മുമ്പ് വിശദമായി നോക്കിയതാണ്. ഈ കേസിലെ എലമെൻറ്റ്സ് നോക്കാം. 1. ഇന്ത്യ ആസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 2. equality of status and opportunity of an individual. 3. secularism and freedom of conscience and religion. 4. government of laws and not of men, that is rule of law. 5. judicial review. 6. free and fair elections which is implied in democracy. ഇത്തരം കാര്യങ്ങളാണ് ഈ കേസിലൂടെ വന്ന ബേസിക് സ്ട്രക്ചർ എലമെൻറ്റ്സ്. 3. മിനർവ മിൽസ് കേസ് 1980. എലമെൻറ്റ്സ് നോക്കാം. 1. limited power of parliament to amend the constitution. 2. judicial review. 3. harmony and balance between fundamental rights and directive principles. ഈ കേസ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ കേസിലൂടെ വന്ന എലമെൻറ്റ്സ്. 4. സെൻട്രൽ കോയൽ ഫീൽഡ്സ് ലിമിറ്റഡ് കേസ് 1980. 1. effective access to justice. 5. ഭീം സിംഗ് ജി കേസ് 1981, വെൽഫെയർ സ്റ്റേറ്റ് സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്. ഇനി അടുത്ത കേസ് നോക്കാം. 6. SP സമ്പത്ത് കുമാർ കേസ് 1987. എലമെൻറ്റ്സ് നോക്കാം. 1. റൂൾ ഓഫ് ലോ. 2. ജുഡീഷ്യൽ റിവ്യൂ. 7. P സാംബമൂർത്തി കേസ് 1987. എലമെൻറ്റ്സ്. 1. rule of law. 2. judicial review. 8. Delhi Judicial Service Association case 1991. Elements നോക്കാം. Powers of the Supreme Court under Article 32, 136, 141 and 142. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റായ അധികാരങ്ങളാണ്. അതും ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി. 9. ഇന്ദിര സാവനി കേസ് 1992, പോപ്പുലർലി നോൺ ആസ് മണ്ഡൽ കേസ്. OBC റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഇന്ദിര സാവനി കേസ്. ഈ കേസിലൂടെ സുപ്രീം കോടതി റൂൾ ഓഫ് ലോ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി. 10. കുമാർ പത്മ പ്രസാദ് കേസ് 1992, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. 11. കിഹോത്തോ ഹൊലോഹൻ കേസ് 1993, പോപ്പുലർലി നോൺ ആസ് ഡിഫെക്ഷൻ കേസ്. ആൻറ്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഇത്. അതായത് കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം ഉള്ള ഒരു കേസാണ്. ഈ കേസിലൂടെ 2 കാര്യങ്ങൾ. 1. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. 2. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സ്ട്രക്ചർ.
ഈ രണ്ട് കാര്യങ്ങളും ബേസിക് സ്ട്രക്ചറിലേക്ക് കൂട്ടിച്ചേർത്തു. 12. രഘുനാഥ് റാവോ കേസ് 1993. 1. Principle of equality. 2. Unity and integrity of India. അടുത്ത കേസ് നോക്കാം. 13. SR ബൊമ്മായി കേസ് 1994. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണിത്. ഈ കേസിലൂടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ തോന്നിയ പോലെ ഡിസ്മിസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ബേസിക് സ്ട്രക്ചർ എലിമെൻറ്റ്സ് നോക്കാം. 1. ഫെഡറലിസം. 2. സെക്യുലറിസം. 3. ഡെമോക്രസി. 4. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. 5. സോഷ്യൽ ജസ്റ്റിസ്. 6. ജുഡീഷ്യൽ റിവ്യൂ. ഇത്രയും കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 14. എൽ ചന്ദ്രകുമാർ കേസ് 1997. പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ 226 ആൻഡ് 227. ആർട്ടിക്കിൾ 226, 227 എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഹൈക്കോടതിയുടെ അധികാരവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. 15. ഇന്ദിരാ സവനി സെക്കൻഡ് കേസ് 2000. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. 16. ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസ് 2002. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. 17. കുൽദീപ് നായർ കേസ് 2006. ഇതിലെ എലമെൻറ്റ്സ് നോക്കാം. 1. ഡെമോക്രസി. 2. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. 18. എം നാഗരാജ് കേസ് 2006. എം നാഗരാജ് കേസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണ്. SC/STക്ക് പ്രൊമോഷനിൽ റിസർവേഷൻ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു കേസാണ് എം നാഗരാജ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഈ അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലൂടെ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി എന്ന എലമെൻ്റാണ് ആഡ് ചെയ്യപ്പെട്ടത്. അടുത്ത കേസ് നോക്കാം. IR കൊയ്ലോ കേസ് 2007. പോപ്പുലർലി നോൺ ആസ് 9th ഷെഡ്യൂൾ കേസ്. ഈ കേസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. ജുഡീഷ്യൽ റിവ്യൂ ഓവർടേക്ക് ചെയ്യാനായിട്ട് കേസുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 9th ഷെഡ്യൂളിൽ കൊണ്ടിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഈ സുപ്രീം കോടതി വിധി. ഈ വിധിയിലൂടെ ജുഡീഷ്യൽ റിവ്യൂ ഇല്ലാതാക്കുവാൻ പാർലമെൻറ്റിന് സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ വിധിയിലൂടെ ആഡ് ചെയ്യപ്പെട്ട മറ്റ് എലമെൻറ്റ്സ് നോക്കാം. 1. റൂൾ ഓഫ് ലോ. 2. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. 3. principles or essence underlying fundamental rights. 4. judicial review. 5. principle of equality. 20. Ram Jethmalani case 2011. powers of the Supreme Court under Article 32. 21. Namit Sharma case 2013. freedom and dignity of the individual. 22. മദ്രാസ് ബാർ അസോസിയേഷൻ കേസ് 2014. ഈ കേസിലൂടെ ആഡ് ചെയ്യപ്പെട്ട എലമെൻറ്റ്സ് നോക്കാം. 1. ജുഡീഷ്യൽ റിവ്യൂ. 2. പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾസ് 226 ആൻഡ് 227. ഇത്രയുമാണ് ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ. ഇങ്ങനെ ഒരുപാട് കേസുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ രൂപം കൊണ്ടത്. ഇത്രയൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിനെ പറ്റി പ്രധാനമായും പറയുവാനുള്ളത്. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. നന്ദി.